ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 63ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡിൽ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എവിക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്ത ഒരു എവിക്ഷൻ ജിസേലിൻ്റെ മാത്രമാണ്. കാരണം അത് അത്രയും അൺഫെയർ ആണ്. അത്രയും പേര് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് അതിനുള്ള വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. കാരണം ജിസേലിന് അത്യാവശ്യം നല്ല വോട്ട് ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വഴി അവർ പറയുന്നതും. പിന്നെ അത്യാവശ്യം PR വർക്കും എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ സാബുമാൻ, അതേപോലെ തന്നെ ലക്ഷ്മിനെ നോക്കണ്ട, സാബുമാൻ, പിന്നെ അങ്ങനെ പല ആൾക്കാർ, അക്ബർ, ഇവരൊക്കെ, നവീൻ, ഇവരെക്കാട്ടിലൊക്കെ കൂടുതൽ വോട്ടിങ്ങും സപ്പോർട്ടും ജിസയിലിനുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഇത് വലിയൊരു അൺഫെയർ എവിക്ഷനാണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കുറേ പേരൊക്കെ പറഞ്ഞിരുന്നു ജിസയിൽ സീക്രട്ട് റൂമിലായിരിക്കും, അങ്ങനെ കുറേ ഗോസിപ്പുകളും കുറേ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അവസാനം എപ്പിസോഡിൽ തന്നെ നമ്മൾ അറിഞ്ഞു ജിസേൽ ഒരു സീക്രട്ട് റൂമിലും ഇല്ല, ആൾ എവിക്റ്റായി പോയി എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അത് എല്ലാവർക്കും ഒരു ഇതായി, എന്താ പറയുക, എനിക്ക് ആര്യനെക്കാട്ടിലും കൂടുതൽ വോട്ട് ശരിക്കും ജിസേലിനുണ്ട്. ഇനിയിപ്പോൾ ആര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ജിസേലിനെ ഔട്ടാക്കിയത് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ബിഗ് ബോസ് അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. വോട്ടിങ്ങിന് മാത്രമാണ് ഇവർ പറയുന്നു, പക്ഷേ അവരവരുടേതായിട്ടുള്ള ചില കളികളൊക്കെ കളിക്കുന്നുണ്ടാവും, അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇന്നലെ ഉണ്ടായിരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻസീനെ കുറിച്ചിട്ടായിരുന്നു. വിനയുടെ ക്യാപ്റ്റൻസിയിൽ എന്താ പറയുക, എല്ലാ ഒപ്പീനിയൻ പറയുന്നുണ്ട്. അനീഷ് ആസ് യൂഷ്വൽ പറയുന്നുണ്ട് ഇത്രയും മോശമായ ക്യാപ്റ്റൻ വേറെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി ആദ്യത്തെ കുറച്ച് ദിവസം ഓക്കെ, 1-2 ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു ആ ഹസ്ബൻഡ് വന്ന സമയത്തും ഇതും അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി. ഫുൾ ടൈം നൂബിൻ്റെ ഒപ്പൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്ക് ആയത് കാരണം അത്ര വലിയ ഇഷ്യൂസും ഒന്നും ഉണ്ടായിട്ടില്ല, പിന്നിക്ക് കയറി ഇടപെടാൻ മാത്രം. പിന്നെയും ചില ഇഷ്യൂസ് ഒന്നും എന്താ പറയുക, ഈസിലി അധികം കിച്ചൺ റിലേറ്റഡ് ഇഷ്യൂ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും ചില ആൾക്കാർ നല്ല ക്യാപ്റ്റൻസ്, ചില ആൾക്കാർ നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒപ്പീനിയനിൽ ഒരു മീഡിയം എന്ന് പറയാം, നല്ലതുമല്ല അത്ര മോശമല്ല എന്നുള്ളതിലാണ്. കാരണം ചില സമയത്ത് എനിക്കൊന്നും പിന്നീട് ആയിട്ടുള്ളത് ഒരു ഇത് ചെയ്യുന്നുണ്ട് ബിന്നിയുടെ രീതിയിൽ. പക്ഷെ അത് ചില സമയത്ത് അത് നല്ല വഴക്കിലോട്ടെത്തും. ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, ഷാനവാസും നവീനും എന്തൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ബിന്നി കയറി ആ ഫുള്ളും ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കി എന്നൊക്കെ ലാലേട്ടനോട് പറയുന്നതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. ചില സമയത്ത് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് പിന്നെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞു. പിന്നെ അങ്ങനെ ബിന്നിയുടെ ഒരു ക്യാപ്റ്റൻസി കഴിഞ്ഞു. ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ. ഇനി ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആതിരയാണ്. അപ്പോൾ ഇന്നലത്തെ ക്യാപ്റ്റൻസി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസിയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ ഫാസ്റ്റും ഇതെല്ലാം ആണ് അതിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ആതിര എന്താ പറയുക ജയിച്ചു. അപ്പോൾ എന്താണെങ്കിലും ആതിരാണ് സെക്കൻഡ് ക്യാപ്റ്റൻ. എനിക്ക് തോന്നുന്നു ആതിര കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവുമായിരിക്കും പിന്നിനെക്കാട്ടിലും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ എന്താ പറയുക, എന്താണെങ്കിലും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ കാർഡും കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ മെയിനായിട്ട് നമ്മൾ കണ്ടത്. പിന്നെ എന്താ പറയുക, ഈ ആഴ്ചത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും BB ഡാൻസ് മാരത്തോണാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഇങ്ങനെയുള്ള ടാസ്കുകൾ സീസണിൻ്റെ സ്റ്റാർട്ടിങ് വീക്കിലായിരിക്കും കൊടുക്കുക. കുറച്ചും കൂടെ റാങ്കിങ് ടാസ്കും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലോട്ടായിരിക്കും വരിക. പക്ഷേ ഇത്തവണ നേരെ തിരിച്ചാൽ തോന്നുന്നു, റാങ്കിങ് ടാസ്കൊക്കെ ആദ്യത്തെ വീക്കിൽ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ടാസ്ക് ലാസ്റ്റിലോട്ട് വരികയാണ്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഫണ്ണി ടാസ്കുകൾ ഉള്ളത് കാരണം ഇഷ്യൂസും എല്ലാം കുറച്ച് കുറയുന്നു തോന്നുന്നു. കാരണം കുറച്ചും കൂടെ ഇപ്പം മറ്റവർക്ക് വേറെ എന്താ പറയുക, ഇപ്പം ചെരുപ്പ് ഫാക്ടറി കൊടുത്തപ്പോഴും ബോട്ടിൽ ഫാക്ടറി കൊടുത്തപ്പോഴെല്ലാം ഇവർ ആവശ്യമില്ലാത്ത കുറേ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഡാൻസ് പ്രോഗ്രാംസ്, ഇങ്ങനെ മാരത്തോണൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ വഴക്കുണ്ടാവില്ല, അതൊരു ഫണ്ണിയായിട്ട് അവരെടുക്കും വിചാരിച്ചിട്ടായിരിക്കും ഇപ്പം അതൊക്കെ കൊടുക്കുന്നത്. എന്താണെങ്കിലും നന്നായിട്ട് അവരത് എന്താ പറയുക, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇത്രയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.